ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോഴ്സ് ലെഡ്ജർ എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഇഷ്യൂ പ്രൈസ് എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്. ദെൻ ഇനിയിപ്പോൾ അടുത്ത മെത്തേഡ് നമ്മൾ നോക്കുന്നത് ബേസ് സ്റ്റോക്ക് മെത്തേഡ്. ആ ബേസ് സ്റ്റോക്ക് മെത്തേഡിൽ ആദ്യത്തെ റോളാണ്. ടോട്ടൽ നമ്മൾ 15ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത് സ്റ്റോഴ്സ് ലെഡ്ജറിൽ. നമുക്കതിൽ ബേസ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു ലിമിറ്റഡ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി നമ്മൾ എപ്പോഴും നമ്മൾ ബേസാക്കി നമ്മൾ സ്റ്റോറിൽ നമ്മൾ കീപ്പ് ചെയ്യും. അതിനുശേഷം ആ ബേസ് സ്റ്റോക്ക് കഴിഞ്ഞ് ബാക്കിയുള്ള യൂണിറ്റ് മാത്രമാണ് നമ്മൾ ആ ലോട്ട് ചെയ്യുന്ന ഇഷ്യൂ ഉള്ളൂ. അതിന് ബാക്കിയുള്ള പിന്നെ എമർജൻസി വരുമ്പോൾ മാത്രം ആ ബേസ് സ്റ്റോക്ക് നമ്മൾ ഇഷ്യൂ ഉള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത്തിരി കൂടി കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ എ സ്റ്റോഴ്സ് ലെഡ്ജർ for the month of December 2011 by using base stock method if base stock is 100 units. ഇവിടുത്തെ ബേസ് സ്റ്റോക്ക് 100 യൂണിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പണിങ്ങിലിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എത്രയാണോ അതിൽ 100 യൂണിറ്റ് ഒഴിച്ച് ബാക്കിയുള്ളതേ നമ്മൾ ഇഷ്യൂ ഉള്ളൂ. എപ്പോഴും ആ 100 യൂണിറ്റ് നമ്മൾ മിനിമം ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മളവിടെ കീപ്പ് ചെയ്യും. അതാണ് ബേസ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത ഇഷ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ നമുക്ക് ഓരോ ഇഷ്യൂസ് അവിടെ പറയുന്നുണ്ട്. അതിൽ ആദ്യം 500 യൂണിറ്റാണ് 2 രൂപയുടെ, 500 2 1000 രൂപ വരുന്നു. പർച്ചേസർ 150 യൂണിറ്റ്സ് 1 രൂപയുടെ. അപ്പോൾ അതിൽ നമുക്ക് ഒരു 150 യൂണിറ്റ് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ 650 യൂണിറ്റായി. അത് സെപ്പറേറ്റ് തന്നെ ബാലൻസ് കോളത്തിൽ എഴുതണം. ഇഷ്യൂഡ് 150 യൂണിറ്റ്സ് എന്നാണ്. 150 യൂണിറ്റ്സ് 500 യൂണിറ്റ് നമ്മളെടുക്കും. ബാക്കി അതിൽ 350 യൂണിറ്റ്സ് ഉണ്ടാവും. ദെൻ പർച്ചേസർ 100 യൂണിറ്റ്സ്, വീണ്ടും ഒരു 100 യൂണിറ്റ് വാങ്ങിക്കുന്നുണ്ട്. ദെൻ ഒരു 200 യൂണിറ്റ് വീണ്ടും ഇഷ്യൂ വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഡേറ്റിൽ 200 യൂണിറ്റ് ഇഷ്യൂ. ദെൻ പർച്ചേസർ 200 യൂണിറ്റ് 2 രൂപയുടെ. ദെൻ 300 യൂണിറ്റ് 4 രൂപയുടെ പർച്ചേസ്. പിന്നെ 400 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. വീണ്ടും ഒരു 100 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ നമുക്ക് ഇതിൻ്റെ സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ബേസ് സ്റ്റോക്ക് മെത്തേഡിൽ അതിൽ നമ്മൾ എഴുതുന്നു സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ബേസ് സ്റ്റോക്ക് മെത്തേഡ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ നമ്മൾ ബേസ് സ്റ്റോക്ക് എത്രയെന്നുള്ള കാര്യം കൂടി നമുക്ക് അതിലൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബേസ് സ്റ്റോക്ക് ഈക്വൽസ് 100 യൂണിറ്റ്സ് ഇതും കൂടി നമ്മളത് മെൻഷൻ ചെയ്യുക. എന്നാലേ നമുക്കതിൽ കൃത്യമായിട്ട് നമുക്ക് എത്രയാണ് ബേസ് സ്റ്റോക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ബേസ് സ്റ്റോക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 100 യൂണിറ്റാണ്. അപ്പോൾ ആ 100 യൂണിറ്റ് നമ്മളവിടെ കാണിക്കണം. എന്നിട്ട് ഡിസംബർ 1-ാം തീയതി നമ്മൾ ബാലൻസ് കോളത്തിൽ എഴുതണം. അപ്പോൾ ബാലൻസ് കോളത്തിൽ എഴുതുമ്പോൾ അതിൽ നമുക്ക് ബാലൻസ് കോളത്തിൽ 100 യൂണിറ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ക്വാണ്ടിറ്റി കോളത്തിൽ എഴുതണം. ക്വാണ്ടിറ്റി കോളത്തിൽ 100 യൂണിറ്റ്. ദെൻ റേറ്റ് എത്രയാണ്? റേറ്റ് ഒരു 2 രൂപയാണ് പറയുന്നത്. അതായത് ഒരു 100 യൂണിറ്റ് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 500 യൂണിറ്റ് 2 രൂപ വെച്ചാണ്. അപ്പോൾ 100 അല്ല 500 യൂണിറ്റ്. ക്വാണ്ടിറ്റി കോളത്തിൽ 500 എഴുതുന്നു. 500 2 രൂപ വെച്ച് 1000 രൂപ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 1000 നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഇനി അതിന് ശേഷം 2-ാം തീയതി അതിലൊന്നും വ്യത്യാസമില്ല. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഴുതാം. 5-ാം തീയതി നമ്മൾ 150 യൂണിറ്റ് വാങ്ങിക്കുന്നുണ്ട്. 150 യൂണിറ്റ്സ്. അതിൻ്റെ വില വരുന്നത് 1 രൂപയാണ്. അപ്പോൾ 150 × 1 150 തന്നെ വരുന്നു. ഓക്കെ, 150 വരുന്നത്. ബാക്കി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവറേജിൽ എഴുതിയ പോലെ എഴുതരുത്. 500 യൂണിറ്റ് ഇടണം. അതിനുശേഷം 150 യൂണിറ്റ്. അതുകൂടി കൂടിയിട്ട് 650 ടോട്ടൽ എഴുതാൻ പാടില്ല. അപ്പോൾ 2 രൂപ അതിന് 1 രൂപ ഇതിനും വരുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് 1000 രൂപ വരുന്നു. ഓക്കെ, പിന്നെ അതിന് താഴെ 150 എഴുതുന്നു. ഇത് നമ്മൾ ഫിഫോയിലും ലിഫോയിലും ഇതുപോലെ തന്നെയാണ് എഴുതിയത്. ബേസ് സ്റ്റോക്കിൽ നമ്മൾ ഇതുപോലെ തന്നെ എഴുതുക. ക്വാണ്ടിറ്റി ബാലൻസ് എഴുതുന്നതിലൊന്നും വ്യത്യാസമില്ല. ഓക്കെ, ഇനി 8-ാം തീയതി എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 8-ാം തീയതി 150 യൂണിറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ 150 യൂണിറ്റ് ഇഷ്യൂ കോളത്തിൽ നമ്മൾ എഴുതുന്നു 150 യൂണിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടായ അതായത് ആദ്യം ഇരിക്കുന്ന 500 യൂണിറ്റ് നിന്നായിരിക്കും 150 യൂണിറ്റ് ഇഷ്യൂ. അപ്പോൾ ഇതിൽ 100 യൂണിറ്റ് ബാക്കി വെച്ചിട്ടേ ബാക്കി നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ 150 യൂണിറ്റ് അതിൽ നിന്ന് കംപ്ലീറ്റ് എടുക്കാം. 2 രൂപ വെച്ച് വരുന്നു. 150 × 2 300 വരുന്നു. ഓക്കെ, ഇനി അതിൽ ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 500-ൽ നിന്നും 150 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 350 ആണുള്ളത്. ഓക്കെ, പിന്നെ 150 അവിടെ ഉണ്ടാവും. ഓക്കെ, ആ 350 × 2 350 × 2 എത്ര വരും? 350 × 2. അതിൻ്റെ ടോട്ടൽ നമുക്ക് പിന്നെ എഴുതാം. ഈ 150 യൂണിറ്റിൻ്റെ 1 രൂപ വെച്ച് നമ്മളവിടെ എഴുതുന്നു. ഓക്കെ, 350 2 എന്ന് പറയുമ്പോൾ 700 വരും. 350 2 700. ദെൻ 150 × 1 150 വരും. ഓക്കെ, അപ്പോൾ 8-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്തു. ഇനി 15-ാം തീയതി എന്താ സംഭവിച്ചിട്ട്? 15-ാം തീയതി പർച്ചേസാണ്. 100 യൂണിറ്റ് പർച്ചേസ്. അപ്പോൾ 100 യൂണിറ്റ് വാങ്ങിച്ചു. 3 രൂപയാണ് അതിൻ്റെ വില. ദെൻ 100 × 3 300 വരുന്നു. 300 യൂണിറ്റ് വരുന്നു. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ ബാലൻസ് എഴുതണം. ബാലൻസ് എഴുതുമ്പോൾ നേരത്തെ ഉള്ള ക്വാണ്ടിറ്റികൾ അങ്ങനെ തന്നെ എഴുതാം. 350 150 ദെൻ 100. ഓക്കെ,
അതിൻ്റെ റേറ്റ് പഴയതുപോലെ തന്നെ 2 ദെൻ 1 ഇപ്പോൾ വാങ്ങിച്ചതിൻ്റെ റേറ്റ് 3. ഓക്കെ, ദെൻ അതിൻ്റെ വാല്യൂ എഴുതണം. 350 × 2 700 എഴുതണം. പിന്നെ 150 × 1 150 എഴുതണം. ഇപ്പോൾ വാങ്ങിച്ചതിൻ്റെ റേറ്റ് വാല്യൂ 300 എഴുതണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 350 ഉണ്ട്, 250 ഉണ്ട്, 100 ഉണ്ട്. ഓക്കെ, ഇനി നമ്മളോട് 19-ാം തീയതി നമ്മളോട് ഇഷ്യൂ ആണ് പറയുന്നത്. എത്ര യൂണിറ്റ് ഇഷ്യൂ? 19-ാം തീയതി 200 യൂണിറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ ആ 200 എടുക്കേണ്ടത് 350 നിന്നാണ്. 350 നിന്നാണ് നമ്മൾ 200 എടുക്കുന്നത്. അപ്പോൾ 350 നിന്ന് 200 എടുത്ത്. ഓക്കെ, 200 എടുത്തിട്ട് നമ്മൾ അതിനെ നമുക്ക് അതിൻ്റെ റേറ്റ് എത്ര? 2 വരും. അതിൻ്റെ റേറ്റ് 2 വരും. ആ 2 വന്നിട്ട് അതിൻ്റെ 200 × 2 400 വരും. ഓക്കെ, ഇനി അതിലെത്ര ബാക്കിയുണ്ട്? 350-ൽ ബാക്കി 150 ഉണ്ട്. അപ്പോൾ 150 എഴുതാം. പിന്നെ ബാക്കിയുള്ള 150 എഴുതാം. ബാക്കിയുള്ള 150 ദെൻ 100 എഴുതാം. ഓക്കെ, ഇതാണ് നമുക്ക് അതിൽ വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ റേറ്റ് നോക്കാം. 2 1 ദെൻ 3. ഓക്കെ, 150 × 2 300, 150 × 2 300 ദെൻ 150 ദെൻ 100 × 3 300 വരുന്നത്. ഇതാണ് നമുക്ക് അതിലൊരു 19-ാം തീയതി. പിന്നെ അടുത്ത ഡേറ്റ് 19-ാം തീയതി. അടുത്ത ഡേറ്റ് 24-ാം തീയതിയാണ്. 24-ാം തീയതി 200 യൂണിറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 200 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ റേറ്റ് 2 രൂപയാണ്. അപ്പോൾ 200 × 2 400 രൂപ അതിൻ്റെ എമൗണ്ട് വരുന്നത്, അല്ലെങ്കിൽ വാല്യൂ വരുന്നത്. നമ്മളിതിന് ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യുമ്പോൾ 150 എഴുതണം. പിന്നെ വീണ്ടും 150 എഴുതണം. പിന്നെ 100 എഴുതണം അല്ലേ? പിന്നെ അടുത്തത് 200 എഴുതണം. ഇപ്പോൾ വാങ്ങിച്ച് 200 എഴുതണം. ഇനി അതിൻ്റെ റേറ്റ് 2 രൂപ എഴുതണം. പിന്നെ 1 രൂപ എഴുതണം. പിന്നെ 3 രൂപ എഴുതണം. പിന്നെ 2 രൂപ എഴുതണം. ഇതാണ് അവിടുത്തെ വരുന്നത്. ദെൻ 150 × 2 300 വരുന്നു. ദെൻ 150 വരുന്നു. ദെൻ 100 വരുന്നു. 100 അല്ല, 150 × 1 300 വരുന്നു. 100 × 3 അല്ലേ? അപ്പോൾ 300 വരുന്നു. ദെൻ 200 × 2 400 വരുന്നു. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഡേറ്റിൽ എന്താണ്? അടുത്ത ഡേറ്റിൽ നമുക്ക് 28-ാം തീയതി 28-ാം തീയതി അല്ലേ? എത്രാം തീയതി നമുക്ക് നോക്കാം? ചോദ്യത്തിൽ നോക്കാം. 26-ആണ്. 28-ാം തീയതി. 26-ാം തീയതിയാണ് നമുക്ക് ഇപ്പോഴത്തെ ഡേറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് 26. ഇത് 26. ഓക്കെ, ആദ്യത്തെ ഡേറ്റ് 1 5 8 15 19. 1 8 15 19. ഓക്കെ, പിന്നെ 26. പിന്നെ 26 കഴിഞ്ഞിട്ട് പിന്നെ 28 30. 26 28 30. അതാണ് നമുക്ക് 26. ഇവിടെ 28 ദെൻ പിന്നെ 30. ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇല്ല 30. ഇതില്ല. അപ്പോൾ അത് വേണമെന്നില്ല, നമുക്കത് ഒഴിവാക്കാം. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. 28-ാം തീയതി 28-ാം തീയതി ഇഷ്യൂ ആണ് പറയുന്നത്. 28-ാം തീയതി ഇഷ്യൂ നോക്കാം നമുക്ക്. 28-ാം തീയതി ഇഷ്യൂ. 26-ാം തീയതി നമ്മൾ എന്താ ചെയ്തത്? അവിടെ 200 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്ത്? 200 യൂണിറ്റ് 26-ാം തീയതി ഉണ്ടല്ലേ? 26-ാം തീയതി പർച്ചേസ്. 24-ാം തീയതിയാണ് 200 യൂണിറ്റ് പർച്ചേസ്. 24-ാം തീയതി 200 യൂണിറ്റ് പർച്ചേസ്. അപ്പോൾ ശരിയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് പഴയതിലേക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, 26-ാം തീയതി 24 26 28 പിന്നെ 28. ഓക്കെ, അതിലൊന്ന് കറക്ഷൻ ഉണ്ട്. 24 26 28 30. 24 ഓക്കെ, 24 26 28 അതൊന്ന് കറക്റ്റ് ചെയ്തു. 28 ഇത് ലാസ്റ്റ് 30. ഓക്കെ, 30 കറക്റ്റായിട്ട്. ഇപ്പോൾ 24-ാം തീയതി കഴിഞ്ഞു. പിന്നെ ഇനി 26-ാം തീയതി എന്താ സംഭവിച്ചാണെന്ന് നോക്കാം. 26-ാം തീയതി നമുക്കൊരു 300 യൂണിറ്റ് പർച്ചേസ്. 4 രൂപയാണ് 300 യൂണിറ്റ് പർച്ചേസ്. 300 യൂണിറ്റ് പർച്ചേസ് 4 രൂപയാണ് എൻ്റെ വില. 300 × 4 1200. 300 × 4 1200. ബാലൻസ് എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതാം. പഴയത് അതുപോലെ തന്നെ എഴുതാം. 150 ദെൻ 100 ദെൻ 200. ഒരെണ്ണം കൂടി ഉണ്ട് 300 ഇപ്പോൾ വാങ്ങിച്ചത്. ഓക്കെ, ദെൻ 2 1 3 ദെൻ 2 ദെൻ 4. ഇതാണ് നമ്മുടെ ബാലൻസ് വരുന്നത്. 300 150 ദെൻ 300 ദെൻ 400 ദെൻ 1200. ഓക്കെ, ഇതാണ് നമ്മുടെ ബാലൻസ് വരുന്നത്. ഇനി 28-ാം തീയതി ഇഷ്യൂ ആണ് വരുന്നത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എത്ര യൂണിറ്റ് ഇഷ്യൂ? 400 യൂണിറ്റ് ഇഷ്യൂ വരുന്നു. 400 യൂണിറ്റ് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ബേസ് സ്റ്റോക്ക് പ്രകാരം 100 യൂണിറ്റ് ഇതിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്ര അതിൽ നിന്ന് നമുക്ക് 50 യൂണിറ്റ് എടുക്കാനേ പറ്റുള്ളൂ. അതിൽ നിന്ന് 50 യൂണിറ്റ് എടുത്തു. അടുത്ത 150 യൂണിറ്റ് കംപ്ലീറ്റ് എടുക്കാം. ഇപ്പോൾ 200 പിന്നെ 100 എടുക്കാം. ഓക്കെ, 400 യൂണിറ്റിൽ ഇഷ്യൂ ഉണ്ട്. 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ 150 നിന്ന് 100 എടുക്കാൻ പാടില്ല, 50 എടുക്കാനേ പാടുള്ളൂ. അടുത്ത 150 എടുക്കാം, അടുത്ത 100 എടുക്കാം. ഇപ്പോൾ 200 ആയില്ലേ?
ഇനി 200 300ആയി. ഇനി ഒരു 100 യൂണിറ്റ്. ആ 100 യൂണിറ്റ് ഇപ്പോൾ നമ്മൾ 50 ഇതിൽ നിന്ന് എടുത്ത് 150 എടുത്ത് 200 300 എടുത്ത് ഈ 200 നിന്ന് 100 കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 400 യൂണിറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ 50ൻ്റെ റേറ്റ് എത്രയാണ്? 50ൻ്റെ റേറ്റ് 2, 150ൻ്റെ റേറ്റ് 1, 100ൻ്റെ റേറ്റ് 3, പിന്നെ 100ൻ്റെ റേറ്റ് എത്ര? 100ൻ്റെ റേറ്റ് 2. ഓക്കെ, അപ്പോൾ 50ൻ്റെ 2 100, 50ൻ്റെ 2 100, 150ൻ്റെ 1 150, 100ൻ്റെ 3 300 വരുന്നു, 100ൻ്റെ 2 200 വരുന്നു. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ആ 100 അതുപോലെ തന്നെ എഴുതണം. ഏത് യൂണിറ്റ്? 100 ആദ്യത്തെ 150ൽ 100 അതുപോലെ തന്നെ എഴുതണം. പിന്നെ നമ്മുടെ ആ 100 എഴുതിയതിന് ശേഷം പിന്നെ 150 പോയി 100 പോയി പിന്നെ 200 100 പോയി. അപ്പോൾ ആ 100 അവിടെ ബാക്കിയുണ്ട്. പിന്നെ ഒരു 300 ഉണ്ട്. ഓക്കെ, ഇനി 100ൻ്റെ റേറ്റ് 2, ആദ്യം ഇരിക്കുന്നതിൻ്റെ റേറ്റ് 1, പിന്നത്തെ റേറ്റ് 2 ആണ്. പിന്നത്തെ റേറ്റ് 2 തന്നെ വരുന്നു, പിന്നെ 4 രൂപ വരുന്നു. ഓക്കെ, ദെൻ 100 × 2 200, 100 × 2 200, 300 × 4 1200. ഇതാണ് നമ്മുടെ. അപ്പോൾ ഈ 150ൽ 100 ബാക്കി വെച്ചിട്ട് 50 ഇവിടെ ഇഷ്യൂ ചെയ്തു, ആ 100 ഇവിടെ ബാലൻസ് ചെയ്തു. ഈ 150 ഇഷ്യൂ ചെയ്തു ഇവിടെ, ഈ 100 ഇഷ്യൂ ചെയ്തു, ഈ 200ൽ നിന്ന് 100 ഇഷ്യൂ ചെയ്തു. അപ്പോൾ 100 100 200 200 300 400 യൂണിറ്റ് അങ്ങനെയായി. ഇതാണ് അതിൻ്റെ ബാലൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി 30-ാം തീയതി വീണ്ടും ഇഷ്യൂ പറയുന്നുണ്ട്. 30-ാം തീയതി എത്ര യൂണിറ്റ് ഇഷ്യൂ പറഞ്ഞു? 30-ാം തീയതി നമ്മളോട് ചോദ്യത്തിലേക്ക് വരാം. 30-ാം തീയതി 100 യൂണിറ്റ് ഇഷ്യൂ വരാം. ആ 100 യൂണിറ്റ് ഇഷ്യൂ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇവിടെ 150, ഇവിടെ 150 ഇല്ലല്ലോ, ഇവിടെ 50 100 ഉള്ളൂ അല്ല, ഈ ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ ഓക്കെ 100. അപ്പോൾ ഈ 100 ഇവിടെ ബാലൻസ് അവിടെ നിൽക്കണം. അപ്പോൾ ഈ 100 എടുക്കരുത്, അടുത്ത 100 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ 100 നമ്മൾ എടുക്കും, ഈ 100 എടുക്കും. പിന്നെ അതിൻ്റെ റേറ്റ് എത്ര? അതിൻ്റെ റേറ്റ് 2. ദെൻ അതിൻ്റെ ടോട്ടൽ എത്ര വരും? ടോട്ടൽ 200 വരും. ഓക്കെ, ദെൻ ബാലൻസ് ചെയ്തുമ്പോഴോ പഴയ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ എടുക്കാം. ആ 100 അതുപോലെ തന്നെ എടുക്കാം. ആദ്യത്തെ 100 കേട്ടോ എടുത്തിരിക്കണേ. ഓക്കെ, ആദ്യത്തെ 100 എടുത്തിരിക്കണേ. പിന്നെ നമ്മൾ എടുക്കേണ്ടത് 300 എടുക്കേണ്ടത്. 300 നമ്മൾ എടുത്തല്ലോ, ആ 100 എടുത്തത്. പിന്നെ നമ്മൾ 300 എടുക്കുന്നു. ഓക്കെ, പഴയ 100 ഒരിക്കലും എടുത്തിട്ടില്ല, അത് 2 രൂപ വെച്ച് തന്നെ. ഇതിൻ്റെ റേറ്റ് 4. ഓക്കെ, ദെൻ 100 × 2 200, ദെൻ 300 × 4 1200. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ബാലൻസ് എന്ന് പറയാനായിട്ട് നമ്മുടെ 100 യൂണിറ്റ് 2 രൂപ വെച്ച്, 100 യൂണിറ്റ് 2 രൂപ വെച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ 100 നടിക്കാം. 100 യൂണിറ്റ് 2 രൂപ വെച്ച്, ₹2 RS 2 100 × 2 200, 100 × 2 200. ദെൻ 300 യൂണിറ്റ്സ്. ഓക്കെ, 300 യൂണിറ്റ്സ് എത്ര രൂപ വെച്ച്? 300 രൂപ എത്ര വെച്ച്? 4 രൂപ വെച്ച്, 4 രൂപ വെച്ച്. ദെൻ 300 × 4 1200. ഓക്കെ, അപ്പോൾ എത്ര യൂണിറ്റ്? 400 യൂണിറ്റ്സ് വരും. 400 യൂണിറ്റ്സ് 400 യൂണിറ്റ്സ് ഇതിൻ്റെ അടിയിലൊന്ന് വരച്ചേക്കാം, എന്നാലല്ലേ നമുക്ക് അതിന് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ 400 യൂണിറ്റ്സ്. ഇവിടെയാണെങ്കിൽ എത്ര രൂപ വെച്ച് വരും? 400 1200 1400 വരുന്നു, 1400 വരുന്നു. ഓക്കെ, ഇതാണ് ബേസ് സ്റ്റോക്ക് മെത്തേഡിൽ നമുക്ക് 400 യൂണിറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 1500 രൂപയുടെ ഉണ്ട്. ഇതാണ് ബേസ് സ്റ്റോക്ക് മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.